നീലത്തുമ്പിയെപ്പോലെ നീ നിന്ന് നൃത്തം വെക്കേ. ഞാനവ സ്വീകരിക്കാറുണ്ടെന്നും ഞാനവ തിരക്കിട്ടു പോകും ഈ പോക്കിൽ ചക്രവാളത്തിൽ നീട്ടിത്തുപ്പി. കാലമാണ് അവിശ്രമം പായുമൻ അശ്വം എന്ന് വയലാറ് പാടുമ്പോൾ ഇന്ന് ഏതാണ്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ മനുഷ്യനെ അവിടെ എത്തിച്ചിരിക്കുകയാണ്. ചൊവ്വയിലെ പഴുക്കയും സൂര്യനിലെ ചുണ്ണാമ്പും നക്ഷത്രരാശികളിൽ നിന്നുള്ളിക്കൂട്ടിയ വെറ്റിലയും കൂട്ടി മുറുക്കുവാൻ പ്രാപ്തമാകും വിധം വികസിച്ചു നിൽക്കുന്ന ആധുനിക മനുഷ്യൻ. മറ്റൊരു കവി പാടിയതുപോലെ അവൻ ഭയത്തിലാണ്. ദുസ്വപ്നങ്ങളും പേടിസ്വപ്നങ്ങളുമാണ് അവന്റെ കൂടപ്പിറപ്പ്. ഇതൊന്നുമില്ലാതിരുന്ന കാലങ്ങളിൽ, ആഹാരത്തിന് ദാരിദ്ര്യമുണ്ടായിരുന്ന കാലങ്ങളിൽ, ഇത്രയും സഞ്ചാര സൗകര്യങ്ങളില്ലാതിരുന്ന കാലങ്ങളിൽ, എന്തിനുമെടുത്ത് ചെലവാക്കാൻ വീശാൻ പണമില്ലാതിരുന്ന കാലങ്ങളിൽ മാനവ മനസ്സ് ഇതിലധികം ദുഃഖമായിരുന്നുവോ സംതൃപ്തമായിരുന്നുവോ എന്ന് ചിലരെ സംബന്ധിച്ചെങ്കിലും അത് ആപേക്ഷികമാണ്. കൂടുതൽ ആളുകളെ സംബന്ധിച്ച് ഒരുപക്ഷെ അത് കൂടുതൽ ദുഃഖപൂർണമാണ്. കൂടുതൽ പേരെ സംബന്ധിച്ചത് ആനന്ദപൂർണമാണ് എന്നൊക്കെ നിങ്ങൾക്ക് സ്ഥിതിവിവര കണക്കുകൾ കിട്ടിയേക്കാം. പക്ഷെ സമൂഹത്തെ വെച്ചുകൊണ്ട് പഠിക്കുമ്പോൾ, സാമൂഹ്യ നിലയിൽ മാനവനെ പഠിക്കുമ്പോൾ, ഒരുവന് അന്യന്റെ ഭാഷ ശബ്ദസ്ഫോടത്തിൽ നിന്ന് മനസ്സിലാകാതായിട്ടില്ലേ? അർത്ഥമാകട്ടെ പലപ്പോഴും അനർത്ഥമായി തീരുന്നില്ലേ? ഇതാണ് മൂലപ്രകൃതിയുടെ വികാരത്തിന്റെ ഇന്നത്തെ നിലയിൽ ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാസർഗോഡ് ജില്ലയിൽ കേരളത്തിലെ വിദ്യാഭ്യാസം കുറഞ്ഞ ജില്ലകളിലൊന്നാണ്. കോടതിയിലെത്തിയിരിക്കുന്ന ഡൈവോഴ്സ് 2000 ഒരു വർഷം. വയനാട്ടിലും 2000 മേലുണ്ട്. അതും വിദ്യാഭ്യാസം കുറഞ്ഞ ജില്ലയാണ്. ബാക്കിയുള്ളിടത്തെല്ലാം വളരെ കൂടുതലാണ്. എല്ലാം വിദ്യാസമ്പന്നരുടെ ഇടയിൽ നിന്നാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ 1006 പെൺകുട്ടികൾക്കാണ് കുടുംബജീവിതം നയിക്കാനുള്ള ആരോഗ്യം തന്നെയുള്ളത്. കേരളത്തിലെ പുരുഷ വന്ധ്യത 40%. ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ ഇങ്ങനെ ഒത്തിരിയുണ്ട്. അമ്പലങ്ങളിൽ ആളുകൾ കൂടുന്നുണ്ട്, ഭക്തി വർദ്ധിക്കുന്നുണ്ട്. രുക്മിണി സ്വയംവരത്തിന് കുട്ടികളെ തന്നെ വേഷം കെട്ടിച്ച് സ്വയംവരം തന്നെ നടത്തുന്നുണ്ട്. ഇവിടെ നടത്തി കാണുകയില്ല. അതുവരെയുണ്ട്. വെടിക്കെട്ട്, ബഹളം, സ്വയംവരത്തിന് കഥകളി, ഇതൊക്കെ ഉണ്ട്. ഇതൊന്നും കുറവല്ല. ക്ഷേത്രങ്ങളിൽ മിക്കവാറുമൊക്കെ തങ്കം കൊണ്ട് പൊതിഞ്ഞും തുടങ്ങിയിട്ടുണ്ട്. അതൊന്നും കുറവല്ല. അതൊക്കെ സമ്മതിച്ചുകൊണ്ടാണ്. മതങ്ങൾ വളരെ വളരുന്നു, രാഷ്ട്രീയങ്ങൾ അതിനേക്കാൾ സമ്പാദിച്ചു വളരുന്നു, വ്യക്തികൾ ധനവാന്മാരാകുന്നു, സ്വാമിമാരും അതായത് സന്യാസാശ്രമത്തിലുള്ളവരും ഗൃഹസ്ഥാശ്രമത്തിലുള്ളവരുമെല്ലാം കോടീശ്വരന്മാരാകുന്നു. ഇതൊക്കെ വളർച്ചയാണ്. ഇതൊക്കെ വിനയപൂർവം സമ്മതിച്ചുകൊണ്ട് ഈ വികാസത്തിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള
സംഭാഷണത്തിൽ വാക്കുകൾ അവരെ ചേർക്കുന്നതിലേക്ക് ഭാഷ വളർന്നുവോ, വിയോജിപ്പിക്കുന്നതിലേക്ക് ഭാഷ വളർന്നുവോ? ഒരു വ്യക്തി ഒരു വീട്ടിലേക്ക് കയറി ചെന്നാൽ, ഒരു വ്യക്തി ഒരു പ്രസ്ഥാനത്തിലേക്ക് കയറി ചെന്നാൽ, ഒരു വ്യക്തി ഒരു കൂട്ടായ്മയ്ക്കുള്ളിൽ ചെന്നാൽ പരസ്പരം കലഹിപ്പിക്കുന്നതിലേക്ക് അയാളുടെ ഭാഷയും വ്യാകരണവും എത്തുന്നുവോ, അതല്ല അവിടെയുള്ള ആളുകളെ യോജിപ്പിക്കുന്നതിലേക്ക് എത്തുന്നുവോ? ജ്യോതിഷികൾ, തച്ചുശാസ്ത്ര വിശാരദന്മാർ, സിദ്ധപുരുഷന്മാർ, ഉത്തമന്മാരെന്ന് നടിക്കുന്ന ഗൃഹസ്ഥന്മാർ, സന്യാസിമാർ, ഗംഭീരന്മാരെന്ന് വിചാരിക്കുന്ന പിശഗ്വരന്മാർ, വൈദ്യന്മാർ, ഇവരൊക്കെ മാനവന്റെ സമീപത്തിലെത്തുമ്പോൾ മാനവചേതനയെ സാന്ത്വനത്തിലേക്ക്, സംയോജനത്തിലേക്ക് എത്തിക്കുവാൻ ഈ ഡിഗ്രികൾ, എണ്ണമറ്റ ഡിഗ്രികൾ, ഈ വിദ്യാഭ്യാസം, ഈ ഔദ്യോഗിക നിലവാരം, ഈ ആഡംബരം, ഈ വേഷഭൂഷകൾ, ഈ ഭക്തി, ഈ വിശ്വാസം, ഇവയൊക്കെ സഹായിച്ചുവോ? ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തിയാൽ മതി. നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ച് കേമനാകാൻ ഒന്നും ഞാൻ വന്നതല്ല. നിങ്ങൾ ചെയ്തതൊക്കെ തെറ്റാണെന്ന് പറയാൻ വന്നതുമല്ല. പക്ഷെ ഇത് അന്വേഷിക്കണം എന്ന് നിങ്ങളോട് വിനയപൂർവം അപേക്ഷിക്കുവാൻ വന്നതാണ്. നിങ്ങളുടെ ജീവിതത്തെ വെച്ചുകൊണ്ട്, നിങ്ങളുടെ മുൻ തലമുറയുടെ ജീവിതത്തെ വെച്ചുകൊണ്ട്, നിങ്ങളുടെ വരുന്ന തലമുറയുടെ ജീവിതത്തെ വെച്ചുകൊണ്ട് ഇവയെ ചിന്തിച്ചിട്ട്, ഭൂതഭവ്യ ഭവിഷ്യത്തുകളുടെ 3 തലമുറകളെ വെച്ചുകൊണ്ട് ചിന്തിച്ചിട്ട്, പാരമ്പര്യവും തുടർച്ചയുമുള്ള ഗാർഹസ്ഥ്യത്തിൽ അച്ഛനമ്മമാരായി നിൽക്കുന്ന നിങ്ങൾ നാളെ നിങ്ങളുടെ സന്തതി പരമ്പരകൾക്ക് കൈമാറിക്കൊടുത്തു പോകുന്ന പാരമ്പര്യ സമ്പത്തിൽ ശാന്തിയുടെ എന്ത് അളവുണ്ടെന്നും, എങ്ങനെ അവർ ശാന്തിതമായി നാളെ നിങ്ങളുടേതായ വസ്തുജാലങ്ങളെ, നിങ്ങളുടെ പാരമ്പര്യ സംവേദ്യങ്ങളായ അറിവുകളെ, നിങ്ങളുടെ സ്വത്തിനെ, കുടുംബത്തെയൊക്കെ എങ്ങനെ അവർ നോക്കിക്കാണും എന്ന് ചിന്തിക്കണം. ഒരു ജന്മം ഒട്ടേറെ പിടിച്ചടക്കാൻ ഓടിയിട്ട് ഏതെല്ലാം തരത്തിലുള്ളവരെ അതിൽ കയറിക്കൂടരുതെന്ന് ആഗ്രഹിച്ച് പിടിച്ചു വെക്കുകയും വളർത്തുകയും ചെയ്തുവോ? നിങ്ങൾ അരുതെന്ന് വിചാരിച്ചതെല്ലാം നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയോ മരിച്ചു കഴിഞ്ഞോ, നിങ്ങളുടെ കൺമുമ്പിൽ വെച്ചോ, നിങ്ങളുടെ കണ്ണടഞ്ഞിട്ടോ, നിങ്ങളുടെ സന്തതി പരമ്പരകൾ അതിന് വിരുദ്ധമായി അവിടെ തന്നെ ചെയ്തു കാണിച്ച് നിങ്ങളോട് ഏറ്റുമുട്ടുമ്പോൾ, സ്വന്തം ജനിതകത്തിനകത്തുനിന്ന് തന്നെ വേദനിപ്പിക്കുവാനുള്ളവൻ ജനിക്കുക എന്ന സൃഷ്ടികർമ്മം മര്യാദയുടേതല്ല, മിനിമമായി. അരുതാഴികകളുടേതാണ്. ഇവിടെയാണ് മൂലപ്രകൃതിയെ, മായയെ, ഇതിന് മുഴുവൻ കളിക്കുന്ന മായാവൃതമായ ചൈതന്യത്തെ അന്വേഷിക്കേണ്ടി വരുന്നത്. അതിനൊരു അളവുകോൽ ലഭിക്കുവാനാണ് ഇന്നിങ്ങനെ ആണെങ്കിൽ മാത്രം, ആണോന്ന് എനിക്കറിയില്ല, ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, ആകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. വിദൂരമായെങ്കിലും ഇങ്ങനെയാണെങ്കിൽ
ഇന്നലെയും അങ്ങനെ ആയിരുന്നുവോ എന്നൊന്ന് അന്വേഷിക്കുവാൻ. നിങ്ങളിലെ 60 മേൽ പ്രായമുള്ള ആളുകളുടെ കുടുംബ ബന്ധങ്ങളിൽ അവരെ വളർത്തിയ അച്ഛനമ്മമാരുടെ ഭാഷ, അവരുടെ ചിന്തകൾ, അവരുടെ പ്രവർത്തനങ്ങൾ, ത്രികരണങ്ങളാണ് ജീവിതം. ഒരു വ്യക്തിയുടെ വിചാരമാണ് മനസ്സിനെയും വഹിച്ചു വാക്കായി പുറപ്പെടുന്നത്. എൻ്റെ അച്ഛൻ്റെ മനസ്സ് എൻ്റെ അച്ഛൻ്റെ വാക്കിലിരുന്ന് എന്നോടുള്ള ഭാഷയായി പുറപ്പെടുമ്പോൾ വാക്ക് മറച്ചു വെച്ചിരിക്കുന്ന അച്ഛൻ്റെ മനസ്സിനെ, അതിൻ്റെ സ്നേഹത്തെ, അതിൽ നിറഞ്ഞിരിക്കുന്ന വാത്സല്യത്തെ, അതിൻ്റെ ഭാവിയെ ലാക്കാക്കി സങ്കൽപ്പിക്കുന്ന 1000 സങ്കൽപ്പനങ്ങളെ അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഗമായ എൻ്റെ കോശങ്ങളിലേക്ക് ആവാഹിച്ചെടുത്ത് എൻ്റെ വളർച്ചയെ, എൻ്റെ വികാസത്തെ മാതാവിൻ്റെയും പിതാവിൻ്റെയും സങ്കൽപ്പനങ്ങളുടെ ലോകങ്ങളിലൂടെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ കായശക്തിക്ക് ലഭിക്കുന്ന, എൻ്റെ ബാഹുബലത്തിന് ലഭിക്കുന്ന അംഗീകാരവും എൻ്റെ പ്രഭാവബലങ്ങൾക്ക് അദൃഷ്ടമായ മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകൾ എനിക്ക് നേടിത്തരുന്ന ബലവും ഇതൊന്നുമല്ലാതെ ഇതിനെല്ലാം അപ്പുറം ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു യാദൃച്ഛികതയിൽ ദൈവീയമായ ഒരു കടന്നെത്തൽ പോലെ പ്രതീക്ഷിക്കാതെ എനിക്ക് വന്നു ചേരുന്ന മേന്മകളും, ദൃഷ്ടം, അദൃഷ്ടം, ദൃഷ്ടാദൃഷ്ടമെന്ന സങ്കല്പനങ്ങളിൽ ഓരോ നിമിഷവും എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വന്നു ചേരുന്ന അനുഗ്രഹങ്ങളും അറുപതിൽ കൂടുതൽ വയസ്സ് പ്രായമുള്ളവരുടെ കുട്ടിക്കാലങ്ങളിൽ കണ്ടിരുന്നുവോ എന്ന്. ഇന്ന് 60ഓ 60ൽ കൂടുതലോ പ്രായമുള്ള ഒരു തലമുറയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആധുനികതയിലേക്ക് ആദ്യം വന്ന തലമുറ. മുൻ തലമുറയോട് അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്: നിങ്ങൾക്ക് പഠിപ്പുണ്ടോ? നിങ്ങൾക്ക് വളർത്താൻ അറിയുമോ? നിങ്ങൾക്ക് ജീവിക്കാൻ അറിയുമോ? ഇങ്ങനെയെല്ലാം ചോദിച്ചു വളർന്ന സമൂഹമാണ്. പക്ഷെ അന്ന് അവർ ഈ ചോദ്യം മറഞ്ഞു നിന്നേ ചോദിച്ചുള്ളൂ. അന്ന് അവർക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തു തന്ന പിതാവിൻ്റെ, മാതാവിൻ്റെ ഭാഷ മക്കൾക്ക് മനസ്സിലായെങ്കിൽ, ഭാര്യയുടെ ഭാഷ ഭർത്താവിനും ഭർത്താവിൻ്റെ ഭാഷ ഭാര്യയ്ക്കും മനസ്സിലായെങ്കിൽ, ഇന്നത്തെ തലമുറയിൽ ഈ ഭാഷ അവക്രമായി മനസ്സിലാകുമോ? മനസ്സിനെ വഹിച്ചുകൊണ്ടുവരുന്ന വാക്കുകളുടെ അർത്ഥജാലങ്ങൾ പരസ്പരമുള്ള ആശയവിനിമയത്തിൽ മനസ്സിലാകുമോ? നിത്യവും നിരന്തരവുമായി വീട്ടിൽ ജീവിച്ച് ഈ ഭാഷയും വ്യാകരണവും പരസ്പരം ഭാര്യാഭർത്താക്കന്മാർക്ക്, പിതൃഭാവങ്ങൾക്ക്, അച്ഛനും മക്കൾക്കും ഒന്നും പാരസ്പര്യം കൊണ്ട് മനസ്സിലാവില്ലെങ്കിൽ, സഹപാഠികൾക്ക് മനസ്സിലാവില്ലെങ്കിൽ, ഗുരുശിഷ്യന്മാർക്ക് മനസ്സിലാവില്ലെങ്കിൽ, നിങ്ങൾ താൽക്കാലികമായി ഉണ്ടാക്കുന്ന സംഘടനകൾക്കും പ്രസ്ഥാനങ്ങൾക്കും നിങ്ങളുടെ ഭാഷയും വ്യാകരണവും മനസ്സിലാകുമോ? മനസ്സിലാകാത്തൊരു ഭാഷ കൊണ്ട് കെട്ടിപ്പൊക്കുന്ന സൗധങ്ങൾ നിലനിർത്തുവാൻ അതിൻ്റെ പിന്തുടർച്ചക്കാർ തയ്യാറാകുമോ?
ഇതാണ് തുടർന്നു വരുന്ന പ്രകൃതിയെക്കുറിച്ചുള്ള മൂലപ്രകൃതി. അതിൽ നിന്ന് മഹത്തത്വം, അഹംതത്വം, അതിൽ നിന്ന് പഞ്ചതന്മാത്രകളായി വികസിച്ചു വരുന്ന പ്രപഞ്ചത്തിൽ ഒന്ന് പ്രകൃതിയും പിന്നീട് വന്നത് വികൃതിയുമാണെങ്കിൽ പ്രകൃതി വികൃതികളുടെ ആന്തോളനത്തിൽ പ്രകൃതിയെ ആസ്പദമാക്കിയുള്ള പഠനങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഭാഷയും അതിൻ്റെ അർത്ഥവും പരസ്പരം വിയോജിപ്പിലെത്തുകയും ഒന്ന് മറ്റൊന്നിനോട് പ്രാതിയോഗികത പുലർത്തുകയും ഏറ്റുമുട്ടാൻ തയ്യാറാവുകയും നിത്യനിരന്തരമായ സംഗ്രാമമായി ജീവിതം മാറുകയും യുദ്ധമായി മാറുന്ന ജീവിതം എല്ലാത്തിനെയും നശിപ്പിക്കാൻ പോന്നതായിത്തീരുകയും ചെയ്യുന്നുണ്ടാവുമോ? നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്, നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങൾ ഇടപെടുന്ന ജോലിസ്ഥലങ്ങളിലേക്ക്, നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളിലേക്കും വാക്കുകളിലേക്കും ഞാൻ പറഞ്ഞതിനെ ആവാഹിച്ചു കൊണ്ടുപോയാൽ ഉത്തരം ഇല്ലെന്നല്ലേ ലഭിക്കുക? ചോദ്യം മനസ്സിലായില്ല. ഇല്ലെന്നല്ലേ ലഭിക്കുക? ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രാതിയോഗികതയില്ല, ഏറ്റുമുട്ടലില്ല. അച്ഛനും മക്കളും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല എന്നല്ലേ ലഭിക്കുക എന്നാണ് ചോദ്യം. ജോലിസ്ഥലത്ത് മേലുദ്യോഗസ്ഥനും കീഴുദ്യോഗസ്ഥനും തമ്മിൽ വിദ്യാഭ്യാസമുള്ളവരാണ് എല്ലാവരും. ഒരു പിയൂണാകാൻ ഗവൺമെന്റ് പ്രഖ്യാപിച്ച യോഗ്യതയുടെ അനേകം ഇരട്ടിയാണ് ആ ജോലി ചെയ്യുന്നവന്റെ പോലും യോഗ്യത. യോഗ്യത എന്തുമായിരിക്കട്ടെ, അഭിപ്രായ സമന്വയത്തെക്കാൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നുവെങ്കിൽ, ഇരിക്കുന്നത് സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്, കുറച്ചേ സ്ത്രീകളുള്ളൂ എന്ന് വിചാരിക്കാം, അതോ കൂടുതലാണോ? സ്ത്രീകളോട് ചോദിച്ചാൽ ഇവരുടെയൊക്കെ പ്രതിയോഗി ലോകത്ത് പുരുഷനാണ്, അല്ലേ? സാഹിത്യം, കല, മതം, പഠിപ്പോ ഒക്കെ നിങ്ങളെ പഠിപ്പിച്ചത് പ്രതിയോഗി പുരുഷനാണ്. സ്ത്രീയുടെ എല്ലാ പത്രമാധ്യമങ്ങളും എല്ലാ ചിന്തകളും ആക്ടിവിസ്റ്റുകളുടെ സംഭാഷണങ്ങളും ഒക്കെ എടുത്തു നോക്കിയാൽ, പുതിയ സാഹിത്യവും കലയും ഒക്കെ നോക്കിയാൽ പുരുഷൻ പ്രതിയോഗിയാണ്. ഇരിക്കുന്ന സ്ത്രീകൾക്ക് മകനുണ്ട്, അവൻ പുരുഷനാണ്. ഭർത്താവുണ്ട്, ഭർത്താവ് വേണം, അയാൾ പുരുഷനാണ്. ഇനി പുരുഷനോട് ചോദിച്ചാൽ സ്ത്രീയാണ് പ്രതിയോഗി. പക്ഷെ സ്ത്രീയില്ലാതെ അവനും ജീവിക്കാൻ പറ്റില്ല. അനിവാര്യതകളിൽ നിലകൊള്ളുകയും അനിവാര്യതയിൽ പ്രാതിയോഗികത കാണാൻ ശ്രമിക്കുകയും ചെയ്യുന്ന അനിവാര്യതയാണ് നിങ്ങളെ സംബന്ധിച്ച് സ്ത്രീ പുരുഷ ബന്ധം. അനിവാര്യതയായിരുന്നിട്ട് പോലും അതിനെ മനോഹരമായി അനുഭവിക്കണമെങ്കിൽ പരസ്പര പൂരകമായിരിക്കണം. പരസ്പര പൂരകമാണിതെന്ന് അല്ല നിങ്ങൾ പഠിപ്പിക്കുന്നത്. ശരിയുണ്ടോ? പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള സംയോഗത്തിന്റെ അന്തർധാരയിലേക്ക് വികസിക്കുമാറ് എപ്പോൾ തനിക്കൊരു പുത്രനല്ലെങ്കിൽ പുത്രി ഭാര്യയിൽ ജനിക്കുന്നു, അത് തൻ്റെ മാതാവാണ് തന്നെ ജനിപ്പിച്ചതെന്നുകൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്നൊരു വികാസത്തിലേക്ക്, മൂലപ്രകൃതിയുടെ ഉപാസനാ തന്ത്രങ്ങളിലേക്ക്, അതിൻ്റെ തന്ത്രയുക്തികളിലേക്ക് മാനവചേതന എന്നെങ്കിലും വികസിച്ചിട്ടുണ്ടോ? ഇപ്പോഴങ്ങനെയാണോ എന്നൊക്കെയുള്ളൊരു അന്വേഷണം. എന്നെ കേൾക്കുന്ന 70 കഴിഞ്ഞവർ താമസിച്ചിരുന്നത് ഓല കെട്ടിയ വീട്ടില്, മെഴുകിയ തറയില്, കല്ലെടുത്തു വെച്ച് അടുപ്പിൽ നിന്ന് കഞ്ഞി. വൈകുന്നേരം വരുമ്പോൾ ജോലിയും കഴിഞ്ഞു വരുന്ന ഭർത്താവിന്
ഒരു പ്ലേറ്റിൽ, ഒരു ഇരുമ്പ് പ്ലേറ്റിൽ തവി കൊണ്ട് വിളമ്പി കൊടുത്തിരുന്ന കാലമാണ്. ഇസ് ഇറ്റ് റൈറ്റ്? ശരിയാണോ? ഡൈനിങ് ഹാൾ ഇല്ലാത്ത, നിങ്ങൾ മിക്കവാറും എല്ലാവരും വന്നിരിക്കുന്നത് ഡൈനിങ് ഹാളുള്ള വീട്ടിൽ നിന്നാണ്. കിച്ചൺ വേറെയാ, വർക്ക് ഏരിയ വേറെയാ. അല്ല, അടുക്കളയാണെങ്കിൽ ഗ്ലാമർ റൂമാണ്. അതിനകത്ത് മുഴുവൻ എന്തോ അതിന് പറയുന്നത്, ക്യാബിനറ്റ് ഒക്കെ ഉണ്ട്, ഇല്ലേ? ശരിയല്ല? ഗംഭീരമാണ് സാധനം. അടുക്കള പാചകത്തിനല്ലാതെ ഒന്നിനും ഉപയോഗിക്കുന്നില്ല. ചിലത് പാചകത്തിനെ ഉപയോഗിക്കുന്നില്ല, അതും പുറത്തുനിന്ന് കൊണ്ടുവരിക. ചെറുകുന്നിൽ അത്രയായി കാണില്ല എന്ന് വിചാരിക്കാം. ഇല്ലാതില്ല. നല്ല ഭാഷയാണ്, എനിക്കത് ഇഷ്ടമായി. പോസിറ്റീവ് ഉപയോഗിക്കുന്നതിനേക്കാൾ ശക്തമായ 2 നെഗറ്റീവ് ഉപയോഗിക്കുന്ന, അത് കൊള്ളാം, അത് രസകരമാണ്. അപ്പോ അടുക്കളയിൽ നിന്ന് ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് ഡൈനിങ് ഹാളിലെ മീൽ സേഫിലൊക്കെ വെച്ചിട്ട് കറങ്ങുന്ന ഒരു തട്ട് ഡൈനിങ് ടേബിളിന് മുകളിലുണ്ടാവും. അതേലാ സാധനമൊക്കെ വെച്ചിരിക്കുന്നത്. സൈഡിൽ വിളമ്പുമ്പോൾ ഒന്ന് തള്ളിയാൽ ഏത് മുമ്പിൽ ഒന്ന് നിൽക്കുകയോ എടുത്ത് കഴിക്കാം. ഇത്രയും സൗകര്യങ്ങളിലാണ് നിങ്ങളിന്ന് ഭക്ഷണം കഴിക്കുന്നത്. എന്തെല്ലാമാ കഴിക്കുന്നതെന്നറിയണ്ടേ? ലോകോത്തരങ്ങളായ ഭക്ഷണ സാമഗ്രികളാണ് കഴിക്കുന്നത്. WHO സ്റ്റാൻഡേർഡിലാ വൈറ്റമിൻ. ശരിയല്ല? എ മുതൽ എവിടം വരെ വൈറ്റമിൻ ഉണ്ടോ അതെല്ലാം നിങ്ങളുടെ മേശപ്പുറത്തുണ്ട്. ക്യാപ്സ്യൂളായും ഗുളികയായും ചട്നിയായും സാമ്പാറായും ഒക്കെ പല രൂപത്തിൽ വൈറ്റമിനായിരിക്കുന്നത്. പഴയകാലം പോലെ കയ്യിൽ കിട്ടുന്ന താളും തകരയും ഒക്കെ പറിച്ചുണ്ടാക്കുന്ന പണിയല്ല. എല്ലാം ഗംഭീര സാധനങ്ങളാണ്. ഏത് സീസണിലും എല്ലാം കിട്ടുകയും ചെയ്യും. Am I right? ഇത്രയും നല്ല ഭക്ഷണം. നിങ്ങളോ ഉടുത്തൊരുങ്ങിയിരുന്നാ കഴിക്കുന്നത്. പഴയ ആളുകൾ കഴിച്ചത് ദേഹത്ത് ചെളി പറ്റി തോർത്തുടുത്ത് അടുക്കളയിൽ മെഴുകിയ തറയിലിരുന്ന് അവിടെ ഒരു സ്ത്രീ കലത്തിന്ന് വിളമ്പി കൊടുക്കുമ്പോൾ ആ കുന്തക്കാലിലിരുന്ന് കഞ്ഞി പഴുത്ത പ്ലാവില കുത്തിയതുകൊണ്ട് കുടിക്കുമ്പോൾ, ചിലപ്പോൾ ഉപ്പ് മാത്രമൊഴിച്ച് വലിച്ചു കുടിക്കുമ്പോൾ ഒരു ചോറ് താഴെ വീണാൽ ആ മെഴുകിയ തറയിൽ നിന്ന് വാരിയിട്ട് കഴിച്ചിരുന്ന മനുഷ്യൻ അനുഭവിച്ച ശാന്തിയുടെ, ആനന്ദത്തിൻ്റെ, മാനവാനന്ദത്തിൻ്റെ 1000 മടങ്ങാണ് ഗന്ധർവാനാമാനന്ദ. അതിൻ്റെ എത്രയോ മടങ്ങാണ് ദേവാനാമാനന്ദം. മനുഷ്യാനന്ദം, മനുഷ്യഗന്ധർവാനാമാനന്ദം, ഗന്ധർവാനാമാനന്ദം, ഇതൊക്കെ സാങ്കല്പിക ആനന്ദങ്ങളാണ്. എത്ര പെട്ടെന്നാണ് തൻ്റെ ഭാര്യ വിളമ്പിത്തരുന്ന ഒരു കഞ്ഞിയുടെ മാധുര്യത്തിലൂടെ ഭാര്യാഭർത്താക്കന്മാർ ആ സ്നേഹവായ്പിൽ ഗന്ധർവന്മാരായി വരുന്നത്. രാവിലെ പട്ടിണിയിരുന്ന, ഉച്ചയ്ക്ക് പട്ടിണിയിരുന്ന, 4 മണിക്ക് പട്ടിണിയിരുന്ന ഭാര്യ 10 പറക്കണ്ടത്തിലെ നെല്ലും തന്നെത്താൻ വാരിയിട്ട് കാത്തിരിക്കുന്ന, രാവിലെ കഴിച്ചിട്ട് പോയി ഉച്ചയ്ക്ക് ക്യാൻറ്റീനിൽ കൊണ്ടുപോയി കഴിച്ച് 4 മണിക്ക് ക്യാൻറ്റീനിൽ നിന്ന് തിന്ന് അല്പം അടിച്ചു പൂശി വരുന്നവനെ കാത്തിരുന്ന് അവന് വിളമ്പിക്കൊടുത്ത് കഴിച്ച് അവൻ്റെ മനസ്സിനെ ഗന്ധർവലോകങ്ങളിലേക്ക് എത്തിച്ച് സംതൃപ്തമാക്കി അവനോടൊത്ത് സഹശയനം ചെയ്ത് അവൻ്റെ ബീജത്തിൽ നിന്ന് തൻ്റെ അണ്ടത്തെ ഉൾക്കൊണ്ട് ലോകമാധുര്യത്തിൻ്റെ സന്തതി പരമ്പരകളെ അത്യാനന്ദത്തിലേക്ക് ജനിപ്പിച്ച് തൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ആന്തരിക അംശങ്ങളെയും കോശങ്ങളെയും മുഴുവൻ ആനന്ദ നിർവൃതി കൊണ്ട് നിറച്ച് മരുന്നുകളും ക്ഷോഭജനകങ്ങളായ സമ്മോഹന ഔഷധങ്ങളും കൊണ്ട് നിറച്ചല്ല, സ്നേഹത്തിൻ്റെയും
സംതൃപ്തിയുടെയും അത്യാനന്ദത്തിൻ്റെയും ഗന്ധർവാനന്ദത്തിൻ്റെ ലോകങ്ങളിലൂടെ മനുഷ്യ മനസ്സിനെ കൂട്ടിക്കൊണ്ടുപോയി ജനന പ്രക്രിയയുടെയും ജാതകർമ്മത്തിൻ്റെയും അത്യുദാരങ്ങളായ ലോകങ്ങളെ ഗർഭാധാനം മുതൽ സൃഷ്ടിച്ചെടുത്ത് സൃഷ്ടിയുടെ ചാരുവായ കർമ്മങ്ങൾ ഉൾക്കൊണ്ട തൻ്റെ അവയവങ്ങളെ മുഴുവൻ മാതൃത്വം ത്രസിക്കുന്ന അമൃതുകൾ കുഞ്ഞിന് അക്ഷീണം കൊടുത്ത അവളുടെ സ്തനങ്ങളും ആ സൃഷ്ടിക്ക് കേന്ദ്രങ്ങളായ ഗർഭാശയവും എല്ലാം അതിചാരുതയോടെ വെച്ച് വാർദ്ധക്യത്തിൽ പോലും അതിയായ ആരോഗ്യത്തോടെ ഓടി നടന്ന ഇന്നലെയുടെ ഒരു തലമുറയുടെ മുമ്പിൽ ഇന്ന് ഈ ആഡംബരങ്ങളിൽ മുഴുവൻ ജീവിച്ച് എല്ലാ ഔഷധങ്ങളും കഴിച്ച് സൃഷ്ടി പ്രക്രിയയുടെ കേന്ദ്രങ്ങളെ മുഴുവൻ ശാസ്ത്രീയമാക്കി മാറ്റി എല്ലാ സൃഷ്ടി കേന്ദ്രങ്ങളും ദുഷിച്ച് വർണ്ണപ്പൊലിമയിൽ സകല രോഗങ്ങളും വന്ന് സ്തനങ്ങളും ഗർഭാശയങ്ങളും സൃഷ്ടി കേന്ദ്രങ്ങളും ദുഷിച്ച് ചീഞ്ഞു നാറി മാരക രോഗങ്ങളുടെ രംഗവേദിയിലേക്ക് വികസിക്കുമ്പോൾ മാനവ ചേതനയ്ക്ക് എന്തു പറ്റിയെന്ന് പ്രകൃതിയെ ആസ്പദമാക്കി ചോദിക്കുവാൻ നിങ്ങൾക്ക് തോന്നിപ്പോവില്ലേ? നിങ്ങളെക്കാൾ വിഷമവൃത്തങ്ങളിലേക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പതിക്കുമോ എന്ന് സംശയിക്കേണ്ട സമയമായില്ലേ? ഈ കാളി നാടകം നിർത്താറായില്ലേ? അമ്മയുടെ അന്നപൂർണയുടെ സദാപൂർണയായവളുടെ സന്തതരൂപങ്ങളായ ഇന്നാട്ടിലെ അമ്മമാർക്ക് മുമ്പിൽ പ്രാചീനതയുടെ ഈ ഒരു ചോദ്യം ഞാൻ ചോദിച്ചാൽ നിങ്ങൾ പുറത്തൊന്നു വരില്ല. അന്നപൂർണയുടെ മുമ്പിലിരുന്ന് ചോദിക്കുമ്പോൾ അവൾ എനിക്ക് അനുഗ്രഹം തരുമെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് ചോദിച്ചതാ. നിങ്ങൾക്ക് പിടിച്ചില്ലെങ്കിൽ ഉദ്ദേശശുദ്ധിയോർത്ത് മാപ്പ് നൽകും. ഞാൻ പറഞ്ഞതിൽ ശരിയുണ്ടോ? ശരിയുണ്ടോ? അതുകൊണ്ടൊന്നാലും നിരന്തരമായ പുരോഗതിയിലായിരുന്നുവോ, അതല്ല ഇവയെല്ലാം കൂടെ ചേർന്ന് നമ്മെ വെട്ടിലാക്കുകയായിരുന്നുവോ നാം അറിയാതെ? അതല്ല ഇവയെ എല്ലാം സ്വീകരിക്കും വിധം നമ്മുടെ മോഹങ്ങൾ സജീവമായിരുന്നുവോ? ഇന്നലെയുടെ ആ പിള്ളേര് തൂറിമൊള്ളി അത് കോരിക്കളഞ്ഞു മെഴുകിയ തറയിലെ കഞ്ഞിയുടെ അത് വിളമ്പിക്കുടിക്കുമ്പോഴുള്ള ആനന്ദത്തിൻ്റെ അത്രയൊന്നും വേണ്ട. വെറും മാനവ സുഖമെങ്കിലും ഈ ആഡംബരങ്ങളുള്ള കറങ്ങുന്ന മേശയും ചുറ്റുപാടുകളും ഉള്ളിടത്തിരുന്ന് കഴിക്കുമ്പോൾ അല്പമെങ്കിലും കിട്ടുന്നുണ്ടാകുമോ? മാനവാനന്ദത്തിനു വേണ്ടിയാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. എല്ലാം ഉണ്ടാക്കി അനുഭവിക്കാനെത്തുമ്പോഴേക്ക് എത്രയെത്ര അനുഭവിക്കരുതെന്ന് പറയുന്ന അരുതുകൾക്ക് മുമ്പിലാണ് നിങ്ങൾ നിൽക്കുന്നത്. പഴുത്ത ഒരു ചക്ക പറിച്ചാൽ ആ പ്ലാവേ കയറിയിരുന്നു പോലും അത് മുഴുവൻ തിന്നാവുന്ന ഒരു യൗവനം. മനസ്സിലായില്ല? ഒരു ചക്കച്ചുള തിന്നാൽ ബ്രെയിൻ അടിച്ചു പോകുന്ന ഷുഗർ 380 നിൽക്കുന്നേ. വേണ്ട, ശരിയല്ല, ശരിയല്ല. എല്ലാം ഉണ്ട്. അതിൻ്റെ നടുക്ക് എല്ലാവരും
മധുരമിട്ട് ചായ കുടിക്കുമ്പോൾ മധുരം വേണ്ട, മധുരമേ വേണ്ടൂ, അത് കഴിക്കരുത്. ശരിയല്ല. പഴയകാലത്ത് മനുഷ്യൻ സ്വയം തീരുമാനിച്ചാണ് ജീവിതത്തിൽ ചില മര്യാദകൾ പാലിച്ചത്. ഇന്ന് അവന് പ്രകൃതിയാണ് കൊടുത്തിരിക്കുന്നത് അരുതുകൾ. പിശഗ്വരന്മാരൊരു നീണ്ട ലിസ്റ്റാ തരുന്നേ. കഴിക്കരുതാത്തവ, കഴിക്കാവുന്നവ. ലാബറട്ടറിയിൽ ക്രൂസിബിളിലേക്ക് എടുത്തു വയ്ക്കുമാർ മൈക്രോസ്കോപ്പിക് അളവുകളിലാണ് ഭക്ഷണം ഇന്ന് അളന്ന് കഴിക്കേണ്ടി വരുന്നത് മാന്യന്മാർക്ക്. ശരിയല്ല? ശരിയല്ല. ചോറ് 10 ഗ്രാം, എന്തൊരു പുരോഗതി! അതുകൊണ്ട് വീട്ടിലൊക്കെ വിളമ്പുന്നിടത്തൊരു ബാലൻസ്, കറി വയ്ക്കുന്നിടത്തൊരു ബാലൻസ്. കാരണം കാറ്ററിംഗ് വന്നതോടുകൂടി ഇതൊക്കെ തൂക്കിയായിരുന്നേ. ശരിയല്ല? ഒരു വെണ്ടയ്ക്കയിലെ ഉപ്പും ഒരു വെണ്ടയ്ക്കയുടെ ചേരുവയും വെണ്ടയ്ക്ക പറിക്കുന്ന ഒരു സ്ത്രീയുടെ കരത്തിന്റെ ദേവതയോട് ബന്ധപ്പെട്ടറിഞ്ഞ കാലങ്ങളിൽ ഓരോ വെണ്ടയ്ക്കയും ഇടുമ്പോൾ ഇടുന്ന ഉപ്പ് വ്യത്യസ്തമായിരുന്നു. മനസ്സിലായില്ല? പറഞ്ഞത് മനസ്സിലായില്ല? ജനുവരിയിലെ വെണ്ടയ്ക്കയ്ക്കും ജനുവരിയിലെ പാവയ്ക്കയ്ക്കും മുളക് ചേർക്കുമ്പോഴും ഉപ്പ് ചേർക്കുമ്പോഴും ഡിസംബറിലേതിന് തുല്യമായിരിക്കില്ല. കേട്ടിട്ടില്ല? ഇങ്ങനെ കേട്ടിട്ടില്ല. കാരണം ഈ പാവയ്ക്കയിലും വെണ്ടയ്ക്കയിലും ഒക്കെ മഴ, വെയില് ഇവയെ അടിസ്ഥാനപ്പെടുത്തി അവയ്ക്കകത്തുള്ള അഗ്നി, അവയിലെ ജലം, അവയിലെ അന്നജം ഇവയ്ക്ക് മാറ്റം വരും. മനസ്സിലായില്ല? അതുകൊണ്ട് അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ തൻ്റെ ദേവതയും അതിൻ്റെ ദേവതയും, അന്നം അടുപ്പത്ത് വെച്ച് തീ കത്തിക്കുമ്പോൾ തീക്കൊരു കറുപ്പുണ്ട്, അത് തീയുടെ അന്നമാണ്. തീക്കൊരു വെളുപ്പുണ്ട്, അത് തീയിലെ വെള്ളമാണ്. തീക്കൊരു ചുവപ്പുണ്ട്, അത് തീയിലെ അഗ്നിയാണ്. സൂര്യന് കറുപ്പുണ്ട്, അത് സൂര്യനിലെ അന്നമാണ്. സൂര്യന് വെളുപ്പുണ്ട്, അത് സൂര്യനിലെ വെള്ളമാണ്. സൂര്യന് ചുമപ്പുണ്ട്, അത് സൂര്യനിലെ അഗ്നിയാണ്. ഈ മൂന്നുമില്ലാത്ത ഒന്നുമില്ല. ഒരു സ്ത്രീ പാചകം ചെയ്യുമ്പോൾ അവളിലെ ആഗ്നേയ ദേവതകൾ സജീവമാവുകയും അവ അടുപ്പിൽ കത്തുന്ന തീയോട് കിന്നാരം പറയുകയും ആ ദേവതകൾ കിന്നാരം പറയുമ്പോൾ അകത്ത് അടുപ്പത്തിരിക്കുന്ന വസ്തുവിൻ്റെ അഗ്നിയുമായി ആ കിന്നാരം കൈമാറുകയും അത് ജലം ജലത്തോടും അഗ്നി അഗ്നിയോടും അന്നം അന്നത്തോടും സംവദിക്കുമ്പോൾ ആ ദേവതകൾ സമതുലിതമായി സംയോജിച്ച് ഒരന്നം രൂപാന്തരപ്പെട്ടു വരുമ്പോൾ അന്നത്തിൻ്റെ അതിദേവതകൾ സംതൃപ്തമാകുന്നൊരു വേളയിൽ അവളുടെ കൈകൊണ്ട് വിളമ്പിക്കൊടുക്കുന്നത് കഴിക്കുന്നവൻ ആരോഗ്യത്തിൻ്റെ, മേധയുടെ, അനൽപമായ ഓർമ്മശക്തിയുടെ, വീര്യത്തിൻ്റെ ലോകങ്ങളിലേക്ക് ഉയർന്നു വരിക. കടങ്കഥയല്ല പറഞ്ഞത്, കവിതയുമല്ല പറഞ്ഞത്. ഈ കിന്നാരം കേട്ടിട്ടുണ്ടോ? ഇത് നല്ല തള്ളയ്ക്ക് വിടണം. അഗ്നിയുടെ കിന്നാരം മാനവഹൃദന്തത്തിന് മനസ്സിലാകണമെങ്കിൽ അടുക്കളയിൽ അഗ്നിയെ ഉപാസിക്കുന്ന അമ്മയുടെ അകത്തളത്തിൽ നിന്ന് ജനിക്കുകയും അമ്മയുടെ കരസ്പർശത്തിൽ വളരുകയും അമ്മയോടൊപ്പം പഠിക്കുകയും ചെയ്യണം.
ഇത് നിങ്ങളുടെ ഭാഷയ്ക്ക് വഴങ്ങില്ല. അന്നപൂർണയെ കണ്ടു വളരണം. മൂലപ്രകൃതിയുടെ സാക്ഷാൽ മഹാമായയുടെ അന്തർദൃഷ്ടി പതിയണമെങ്കിൽ മാതൃത്വത്തിന്റെ അവാച്യ മധുരമായ അമൃത് പാനം ചെയ്യണം. ചിലരെങ്കിലും അറിയാവുന്നവർ കാണും അഗ്നിയുടെ ചെലകിന്നാരമെങ്കിലും കേട്ടിട്ടെങ്കിലും ഉണ്ടാവും. മോളെ, ഇന്ന് അരി ഇടുമ്പോ അടുത്തെങ്ങും സൗകര്യങ്ങളില്ല, നമ്മുടെ വീടേ ഉള്ളൂ, ഒരിടങ്ങഴി അരി കൂടുതൽ ഇട്ടോളൂ, ആരൊക്കെയോ വരുന്നുണ്ട്. മനസ്സിലായില്ല? കേട്ടിട്ടില്ല? അമ്മ എവിടുന്നാ പറഞ്ഞേ ഇത്രയും പേര് വരുമെന്ന്? ഒരു പരിചയമില്ലാത്തവർ ഇവരെങ്ങനെയാ നമ്മുടെ വീട്ടിലേക്ക് എത്തിയത്? അഗ്നിയുടെ കിന്നാരം അറിയുന്നത് കൊണ്ട്. ഇന്ന് നിങ്ങളെ ഫോൺ വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾ വെക്കുകയില്ല. മനസ്സിലായില്ല? ഭർത്താവ് ഫോൺ വിളിച്ച് ഭാര്യയോട് പറഞ്ഞു, 2-3 പേര് എന്റെ കൂടെ വരുന്നുണ്ട്. ഇയാള് പല പ്രാവശ്യം പറഞ്ഞ് പറ്റിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് വരുമ്പോ ഇടാം, പ്രഷർ കുക്കർ ഉണ്ടടി, പൊന്നേരി ഇരിപ്പുണ്ട്, 1/2 മണിക്കൂർ മതി. ശരിയല്ല? വിശ്വാസമില്ല. ഇന്നലെയോ ഒരമ്മ വിശ്വസിച്ചത് അഗ്നിയെയാണ്. അഗ്നിചയനത്തിന്റെ അമൂല്യ സംഭവങ്ങളെ അറിഞ്ഞ മാതൃത്വം. ഔഷധമരയ്ക്കുന്ന വൈദ്യൻ തന്റെ അനുയായിയോട് പറയും, രാത്രി 12 മണിക്ക് രോഗിയും കൊണ്ടുവരും, പൊടിയിരിക്കഞ്ഞി അടുപ്പേലുണ്ടാവണം, ഗുളിക അവിടെ റെഡിയാകണം. ഇതൊന്നും അറിവല്ലെന്ന് ശഠിച്ച, ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ, ശാസ്ത്രത്തിലൂടെ തലനാരിഴ കീറി മുറിച്ച് സഞ്ചരിച്ച ഒരു ജനതയുടെ ദുഷ്ടജീവിതത്തിന്റെയും ദുർവ്യാപാരത്തിന്റെയും ദുഃഖതപ്തങ്ങളായ ദിനരാത്രങ്ങളുടെയും അസ്തപ്രജ്ഞമായ പ്രതിഭയുടെയും രംഗവേദികൾ. മാനവഹൃദന്തത്തിന്, മാനവചേതനയ്ക്ക് വിഷയലോകങ്ങളിലേക്ക്, വികൃതികളിലേക്ക് സഞ്ചരിക്കുവാനാകുന്നതിനേക്കാളേറെ വികൃതികളെ വെടിഞ്ഞ് പ്രകൃതിയിലേക്ക്, മൂലപ്രകൃതിയിലേക്ക്, അന്തരിന്ദ്രിയ മണ്ഡലങ്ങളിലൂടെ തപസ്വാധ്യായ നിരതമായി സഞ്ചരിക്കാൻ കഴിയുമെന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ജീവിത ദർശനത്തിൽ ആനന്ദം കൊള്ളുകയും അന്യനെ ആനന്ദിപ്പിക്കുകയും ചെയ്ത ഒരു തലമുറയുടെ ഇതിഹാസം. അതിന്റെ സ്മരണയുടെ രംഗവേദികളിൽ വരുമ്പോഴെങ്കിലും യോജിക്കുവാൻ, സ്നേഹിക്കുവാൻ, വിശ്വസിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ മാതൃയൗവനവനെ കുഠാരാവയമെന്ന് ഭട്ടതിരി പറഞ്ഞതുപോലെ ഒരവസ്ഥയിലേക്കായിരിക്കും നാം പതിക്കുക.